ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളും ഈ പറഞ്ഞ നയങ്ങളുമുണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്ന് പറയുമ്പം ലോകത്തിൻ്റെ ഒരു ആധിപത്യവും പിന്നെ പ്രധാനമായിട്ടും എണ്ണയുടെ ഒരു കളിയിലാണ് അമേരിക്ക നിൽക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അറബ് രാഷ്ട്രങ്ങളെല്ലാവരും ഇസ്രായേലിനെതിരെ ഒന്നിക്കുമോ, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം കാരണം അതിനെതിരെ ഭിന്നിപ്പുണ്ടാക്കുക, അവരെ ഭിന്നിച്ച് നിർത്തുക, ആ ഒരു രീതിയിലോട്ടുള്ള ഒരു നയമാണ് ഇസ്രായേലിനെ. നമുക്ക് ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇസ്രായേലിൻ്റെ കാര്യം നോക്കണം. ഈ പറഞ്ഞ ഗൾഫ് അറബിനെയും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ കാര്യം നോക്കണം. നമ്മൾ ആരെയും കുറ്റം പറയുമല്ലോ, നമ്മൾ കാര്യം പറയാണ്. അതുപോലെ ഇന്ത്യക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഈ പറഞ്ഞ റഷ്യയ്ക്കും ഒരു ലക്ഷ്യമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. റഷ്യയുടെ ആദ്യകാലത്ത്, അതായത് 1922 USSRന്റെ ഏകീകരണത്തോടെ, അതായത് ലെനിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിർത്തി ഏതാണ്ട് കമ്മ്യൂണിസ്റ്റിനോട് അനുഭാവമുള്ള ഒത്തിരി രാജ്യങ്ങൾ, റഷ്യയായിട്ട് ബന്ധപ്പെട്ട ആ അതിർത്തി പ്രദേശങ്ങളുള്ള രാജ്യങ്ങളെല്ലാം USSR എന്ന പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു ആവേശത്തിലാണ് ഇവരെല്ലാം വന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും, കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞ എല്ലാവരും രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുക, എല്ലാവർക്കും ഒരേ ശമ്പളം, അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആർക്കും ഈ പറഞ്ഞ ആത്മാർത്ഥം കാണില്ല, ഒരാൾ ബിസിനസ് വളർത്തില്ല, രാജ്യം ഡെവലപ്പ് ചെയ്യില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം തകർന്ന് തരിപ്പണമായി എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ USSR കമ്മ്യൂണിസം തകർന്നതിന് ശേഷം ഈ രാജ്യങ്ങളെല്ലാം, ഈ കൊച്ചു രാജ്യങ്ങളെല്ലാം ഈ പറഞ്ഞ പല സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറുകയും പലരും നാറ്റോയിൽ ചേരുകയും ചെയ്തു. നാറ്റോയിൽ ചേരുക എന്ന് പറഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിൽ ചേരുക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഒരു കളികളാണ്. അമേരിക്കയുടെ ഒരു നിരന്തരമായ കളിയാണ്. റഷ്യയുടെ കളി പോലെ തന്നെ അമേരിക്കയുടെ ഒരു കളിയാണ്. നാറ്റോ രൂപീകരിച്ചത് പോലും അമേരിക്കയാണ്. ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ നാറ്റോ സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങളെല്ലാം അവരെ ആരെ ആക്രമിച്ചാലും ഇവരൊറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ശക്തമായ ഒരു റഷ്യക്കെതിരെ ഒരു താക്കീത്, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനെതിരെ താക്കീതിനാണ് അമേരിക്കയുടെ ആ ഒരു കളി. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ യുക്രൈൻ എന്ന രാഷ്ട്രം, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ റഷ്യയായിട്ട് കൂടുതൽ അതിർത്തി പങ്കിടുകയും കുറച്ച് കൂടുതൽ ആണവായുധങ്ങളും, റഷ്യയുടെ പഴയ ആണവായുധങ്ങളൊക്കെ ഉള്ള രാഷ്ട്രമായിരുന്നു. അപ്പം ഇവർ നാറ്റോയിലോട്ട് ചേരുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് റഷ്യക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. മറ്റ് രാജ്യങ്ങൾ പോയതുപോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു തകർച്ചയുടെ ആഘാതത്തിൽ പതുക്കെ പോയെങ്കിൽ ഇതിനകത്ത് അവർ സ്ട്രോങ് ആയിട്ട് നിന്ന്. അതിനിടയ്ക്ക് ആദ്യകാലത്ത് യുക്രൈനുമായിട്ടൊരു ധാരണയുണ്ടായിരുന്നു. ഒരു അമേരിക്കയുടെയൊക്കെ മധ്യസ്ഥതയിൽ തന്നെയാണ് ഈ ചർച്ച നടന്നത്. അപ്പം ഈ പറഞ്ഞ ആണവായുധങ്ങളെല്ലാം റഷ്യക്ക് വിട്ടുകൊടുക്കുക, പകരം ഈ പറഞ്ഞ റഷ്യ അവരെ സ്വതന്ത്രമായിട്ട് വിടാം, അവരെ കയറി അറ്റാക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗമാകില്ല എന്നൊക്കെ ഉള്ള ഒരു ധാരണയിലൊക്കെ ഒപ്പിടുകയും ആ രീതിയിൽ അത്യാവശ്യം ഈ പറഞ്ഞ ആണവായുധങ്ങളും അവരുടെ മെയിൻ ശക്തി സംഭവങ്ങളെല്ലാം റഷ്യക്ക് വന്ന് ചേർന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതിന് ശേഷമാണ് പിന്നീട് ഈ കാര്യങ്ങളിലോട്ട് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഇവർ പല കളികളും കളിക്കുകയും ഈ പറഞ്ഞ പല യുക്രൈൻ ഭരണാധികാരികളെ പിടിക്കുകയും അവരുമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഈ പറഞ്ഞ പല കോർപ്പറേറ്റ് ഇടപാടുകളും നടക്കുകയും ഈ അമേരിക്ക റഷ്യ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലും കളികൾ നടന്നു. ഈ പറഞ്ഞ നാറ്റോയുമായിട്ട് അടുക്കാനായിട്ട് കുറച്ച് ഭരണാധികാരികൾ, നാറ്റോയ്ക്ക് അടുക്കണ്ട റഷ്യയായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് ഭരണാധികാരികൾ ആ രീതിയിലോട്ട് പോയി. ആൻഡ് 1914 ആ ഒരു വലിയൊരു ഫൈറ്റ് നടന്നത്, വലിയൊരു കലാപം നടന്നത്. കാരണം റഷ്യയുടെ ഏറ്റവും അടുത്ത ഒരാൾ, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരാൾ ഈ പറഞ്ഞ നാറ്റോ വേണ്ട എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തപ്പോഴത്തേന് ഈ പറഞ്ഞ അവിടെ വൻ കലാപം ഉണ്ടായി. കലാപകാരികളെ സഹായിച്ചത് അമേരിക്കയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്കയാണ് അങ്ങനെ ചെയ്യുന്നത്. റഷ്യയും മോശമാണെന്ന് ഞാൻ